ഹലോ ഡിയർ വൺസ്, ഇന്ന് നമ്മൾ ബേസിക് സയൻസ് 6ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. മാറ്റത്തിൻ്റെ പൊരുൾ. ചിത്രം ശ്രദ്ധിക്കൂ. ഹരിതാപമായ കൃഷിഭൂമിയും റോഡും വീടും ഒക്കെ കാണുന്നില്ലേ? അനേകം പേരുടെ പ്രവൃത്തിയുടെ ഫലമല്ല ഇതെല്ലാം. എന്തെല്ലാം പ്രവൃത്തികളാണ് ചിത്രത്തിൽ നിങ്ങൾ കാണാനാവുക? ട്രാക്ടർ ഓടിക്കുന്നു, കിളയ്ക്കുന്നു, പിന്നെന്തൊക്കെയാണ്, വണ്ടിയിൽ എന്തൊക്കെയോ പോകുന്നു, പിന്നെ കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. പന്ത് കളിക്കുന്ന കുട്ടികൾക്ക് ആ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് വേണ്ടേ? ഭക്ഷണത്തിൽ നിന്നാണ് ഇതിനുവേണ്ട ഊർജ്ജം ലഭിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? മറ്റ് പ്രവൃത്തികൾക്ക് ഊർജ്ജം ആവശ്യമാണ്, എല്ലാത്തിനും ഊർജ്ജം. പകൽ സമയത്ത് എല്ലാം കാണാൻ സൂര്യപ്രകാശം നമ്മളെ സഹായിക്കുന്നു. പ്രകാശം ഒരു ഊർജ്ജ രൂപമാണല്ലോ. രാത്രി ഈ സമയത്ത് വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കുകയാണോ നാം ചെയ്യുന്നത്? ഭക്ഷണം പാകം ചെയ്യാൻ താപം ഉപയോഗിക്കുന്നു. ഫാൻ പ്രവർത്തിക്കാൻ വൈദ്യോർജ്ജത്തെയാണ് ആശ്രയിക്കുന്നത്. ചിത്ര സൂചിപ്പിച്ച പ്രവൃത്തികൾക്ക് ഏതെല്ലാം ഊർജ്ജരൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഏതെല്ലാം ഊർജ്ജരൂപങ്ങളാണ് നിങ്ങൾക്ക് തിരിച്ചറിയാനാവുന്നത്? പട്ടിക രൂപപ്പെടുത്തും. മോട്ടോർ വാഹനം പ്രവർത്തിക്കുന്നു. ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം. തുണി ഉണക്കുന്നു, സൗരോർജ്ജത്തിൽ നിന്നാണ്. ബൾബുകൾ പ്രകാശിക്കുന്നു, വൈദ്യുതോർജ്ജമാണ്. ഉച്ചഭാഷിണി പ്രവർത്തിക്കുന്നു, അത് യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറുന്നു? യന്ത്രികോർജ്ജമാണ്. താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയിലും വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. ബൾബ് പ്രകാശം പ്രകാശോർജ്ജം മാത്രമാണ് ഉണ്ടാകുന്നത്? അല്ല, താപം ഉണ്ടാകുന്നു. അല്പസമയം പ്രകാശിച്ച ശേഷം ഓഫാക്കിയ ബൾബിൻ്റെ ചില്ല് വിരലുകൾ കൊണ്ട് ശ്രദ്ധാപൂർവം തൊട്ടു നോക്കൂ. എന്താണ് അനുഭവപ്പെട്ടത്? ബൾബ് പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം ഊർജ്ജ രൂപങ്ങളാണ് ഉണ്ടായത്? ഇതിൽ നിന്ന് ഏത് ഊർജ്ജ രൂപമാണ് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നത്? ഒന്നിൽ കൂടുതൽ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്ന വേറെയും സന്ദർഭങ്ങളില്ലേ? ബൾബ് കത്തുമ്പോൾ നമ്മൾ പ്രകാശോർജ്ജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. താപോർജ്ജവും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഊർജ്ജത്തിന് വിവിധ രൂപങ്ങൾ. പട്ടികയിൽ വിവിധ സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്ന ഓരോ സന്ദർഭത്തിലും ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപം ഏതെന്ന് കണ്ടെത്തിയതാ. ടോർച്ച് പ്രകാശിക്കുന്നു, ഉണ്ടാകുന്നത് പ്രകാശോർജ്ജമാണ് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ പ്രകാശം ആണ്. മെഴുകുതിരി കത്തുമ്പോൾ പ്രകാശോർജ്ജം താപോർജ്ജം വരുന്നുണ്ട്, നമ്മൾ പ്രകാശോർജ്ജം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അടുപ്പിൽ വിറകത്തുമ്പോൾ താപോർജ്ജം വരുന്നുണ്ട്, താപോർജ്ജമാണ് നമ്മളതിൽ ഉപയോഗപ്പെടുത്തുന്ന പ്രകാശോർജ്ജം ഉണ്ട്. വൈദ്യുത ബൾബ് കത്തുമ്പോൾ അതുപോലെ തന്നെ രണ്ട് പ്രകാശോർജ്ജവും താപോർജ്ജവും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പ്രകാശോർജ്ജമാണ്. ഇപ്പോൾ അടക്കം പൊട്ടുമ്പോൾ നമ്മൾ ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട്, പ്രകാശോർജ്ജം ഉണ്ടാകുന്നു, താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ശബ്ദോർജ്ജമാണ് നമ്മൾ സാധാരണ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ മുകളിൽ കൊടുത്ത എല്ലാ പ്രവൃത്തികളും ഊർജ്ജം വേണമെങ്കിലും ഉണ്ടാകുന്ന ഊർജ്ജരൂപങ്ങൾ നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ നിഗമനം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഇത് ഊർജ്ജരൂപം നാം പരിചയപ്പെട്ട താഴെ പറയുന്ന സമയത്തിൻ്റെ ഊർജ്ജരൂപമാണ് ഉണ്ടാകുന്നത്. പൂത്തിരി കത്തുന്നു, മോട്ടോർ സൈക്കിൾ ഓടുന്നു, അപ്പോൾ യാന്ത്രികോർജ്ജം അത് പെട്രോൾ ഈ പറഞ്ഞ പോലെ യാന്ത്രികോർജ്ജമായി മാറുന്നു. മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? യാന്ത്രികോർജ്ജമാണ് അല്ലേ? ഇലക്ട്രിസിറ്റി, വൈദ്യുതി യാന്ത്രികോർജ്ജമാണ്. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ കണ്ടെത്തിയല്ലോ. മിക്സി പ്രവർത്തിക്കാൻ ഏത് ഊർജ്ജം ഉപയോഗപ്പെടുത്തിയത്? വൈദ്യോർജ്ജമല്ലേ? ബൾബിൽ വൈദ്യോർജ്ജം ഏതെല്ലാം രൂപങ്ങളായി മാറുന്നു നാം കണ്ടു. ഇനി ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം അല്ലേ? ഒരു ഊർജ്ജത്തെ നമ്മൾ പറഞ്ഞു വൈദ്യോർജ്ജത്തിന് വേറൊരു രൂപത്തിലേക്ക് മാറ്റാം. മിക്സിയും മോട്ടോറും പ്രവർത്തിക്കാൻ വൈദ്യോർജ്ജമാണ് ഉപയോഗിക്കുന്നത്. പൂത്തിരി കത്തുന്നു, മോട്ടോർ സൈക്കിൾ കത്തുന്നു, നമ്മൾ ഏത് ഊർജ്ജമാണ് ഉപയോഗിച്ചത് നോക്കുക. ഇനി വായനക്കുറിപ്പ് ഉപയോഗപ്പെടുത്തി കണ്ടെത്തലുകൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതും. യാന്ത്രികോർജ്ജം എന്താണെന്ന് നമുക്ക് നോക്കാം. വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. വൈദ്യുതോർജ്ജം ഇന്ധനങ്ങൾ കത്തുന്നു. ഇപ്പോൾ കൽക്കരി പണ്ടത്തെ നമ്മൾ ഇപ്പോഴത്തെ ട്രെയിനുകൾ ഉണ്ടാകുമെന്നറിയില്ല, ആ ട്രെയിനിൽ കൽക്കരിയാണ് ഇന്ധനം ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വൈദ്യുതോർജ്ജം, ഇത്രയും ഊർജ്ജങ്ങൾ മൂലം എന്തുണ്ടാകുന്നു? എഞ്ചിൻ പ്രവർത്തിക്കുക അല്ലെങ്കിൽ യന്ത്രങ്ങൾ ചലിക്കുക, അതിന് കാരണമാകുന്നുണ്ട്. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് ശരിക്കും വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. ഇനി രാസോർജ്ജം നോക്കാം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഊർജ്ജമാണ് രാസോർജ്ജം എന്ന് പറയുന്നത്. പ്രകാശസംശ്ലേഷണം വഴി സസ്യങ്ങളുടെ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജ്ജം ആഹാര പദാർത്ഥങ്ങളുടെ ജീവനിലേക്ക് എത്തുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന സസ്യഭാഗങ്ങൾ സംഭരിക്കുന്ന രാസോർജ്ജമാണ്. എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? രാസോർജ്ജമുണ്ട്. അപ്പോൾ രാസോർജ്ജം എന്താണ്? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്നതാണെങ്കിൽ യാന്ത്രികോർജ്ജം എന്താണെന്ന് പറഞ്ഞേ? വൈദ്യുതോർജ്ജമോ അല്ലെങ്കിൽ ഇന്ധനങ്ങളോ വഴി ഏതെങ്കിലും എഞ്ചിൻ പ്രവർത്തിക്കുന്ന മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കുന്ന കാരണം ഉണ്ടാകുന്ന ഒരു ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? രാസോർജ്ജമുണ്ട്. ഇനി ഞാൻ സൗരോർജ്ജം ഉപയോഗിച്ചാണ് ഓടുന്നത്. ഞാനും. ഇപ്പോൾ സോളാർ കാറും അതുപോലെ പെട്രോൾ കാറും ഉണ്ട്. പെട്രോൾ, ഡീസൽ എന്നീ വാഹനങ്ങൾ എങ്ങനെയാണ് ഊർജ്ജത്തിന് സൂര്യനെ ആശ്രയിക്കുന്നത്? ഫോസിൽ ഇന്ധനങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ സൂര്യനിൽ നിന്ന് സൗരോർജ്ജം ഉണ്ടാകും. പിന്നെ ഫോസിൽ ഇന്ധനം പല ടൈപ്പിലുള്ള ഫോസിൽ ഇന്ധനം, കൽക്കരി, പെട്രോൾ, ഡീസൽ, LPG അങ്ങനെ പലതുമുണ്ട്. എത്ര മാറ്റങ്ങൾ ഊർജ്ജ മാറ്റങ്ങൾ നിത്യജീവിതത്തിൽ നാം എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നത്? ഗാർഹിക ഊർജ്ജ ഉപയോഗങ്ങളെ നമുക്കൊന്ന് പട്ടികപ്പെടുത്താം. ബൾബ് പ്രകാശിക്കും, വൈദ്യോർജ്ജം പ്രകാശം പ്ലസ് താപം വരുന്നുണ്ട്. വെള്ളം എടുക്കുന്നതിനായിട്ട് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജ്ജം, അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ താപോർജ്ജം കിട്ടുന്നുണ്ട് ഇല്ലേ? പിന്നെ യാന്ത്രികോർജ്ജം കിട്ടുന്നുണ്ട്. പിന്നെ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ രാസോർജ്ജമാണ് ഉണ്ടാകുന്നത്. മിക്സി പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജ്ജം. റേഡിയോയിൽ വാർത്ത കേൾക്കുമ്പോൾ ഏതെന്താവുന്നത്?
യാന്ത്രികോർജ്ജമാണ്. നിത്യജീവിതത്തിൽ നാം കൂടുതൽ ഉപയോഗിക്കുന്ന ഊർജ്ജരൂപങ്ങൾ ഏതൊക്കെയാണ്? ഊർജ്ജം പരമാവധി ഉപയോഗപ്പെടുത്താൻ ഉപകരണങ്ങളിൽ ഊർജ്ജ നഷ്ടം കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ജനറേറ്റർ പ്രവർത്തിച്ച് നടത്തുന്ന വിവിധ പ്രവൃത്തികൾ നിങ്ങൾക്കറിയാമല്ലോ. ഓരോ പ്രവൃത്തിയിലും ഉപയോഗിക്കുന്ന ഊർജ്ജരൂപങ്ങളും അവയ്ക്ക് ഉണ്ടാകും ഈ പറഞ്ഞ മാറ്റങ്ങളുണ്ടാവും. അത് ആശയ ചിത്രീകരണത്തിൻ്റെ രേഖപ്പെടുത്തും. ഉപയോഗിക്കാതെ പോകുന്ന ഊർജ്ജരൂപങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടെത്തും. അപ്പോൾ രാസോർജ്ജം, ഇന്ധനം കത്തുന്ന രാസോർജ്ജം ജനറേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഫാൻ അതിൽ താപം ഉപയോഗപ്പെടുത്തുന്നില്ല. താപം ഏത് ഫാൻ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതും ഉപയോഗപ്പെടുത്താത്തതുമായിട്ട് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സന്ദർഭങ്ങളിലും ഏതൊരു ഊർജ്ജം മാറ്റമുണ്ടാകുന്നുണ്ട്. ഏതെല്ലാം ഊർജ്ജരൂപങ്ങളാണ് ഉണ്ടാകുന്നത്? ആദ്യത്തിൽ താപോർജ്ജം, അതിൽ ഈ പറഞ്ഞ പോലെ താപോർജ്ജം ഉണ്ടാകുന്നത്. പിന്നെ പൂത്തിരി കത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ടോർച്ചിൽ പ്രകാശം. അതിൽ ശരിക്കും പറഞ്ഞാൽ ബാറ്ററി സെല്ലിലെ രാസോർജ്ജമാണ് ശരിക്കും പ്രകാശോർജ്ജമായിട്ട് മാറുന്നത്. ഇനി പ്രകാശോർജ്ജം ഉപയോഗിക്കാത്ത സന്ദർഭം ചിത്രത്തിൽ ഏതാണ്? പ്രകാശോർജ്ജം ഒന്നാമത്തെയാണ് അല്ലേ. ശബ്ദോർജ്ജം ഉണ്ടാകുന്ന സന്ദർഭം രണ്ടാമത്തെ ചിത്രത്തിലാണ്. ഈ സന്ദർഭത്തിൽ താപോർജ്ജം പ്രയോജനപ്പെടുത്തുന്നത്, താപത്തിൻ്റെ ഊർജ്ജം പ്രയോജനപ്പെടുത്തുന്നത് ഒന്നാമത്തെയാണ്. ഇനി ഊർജ്ജം പല ഊർജ്ജങ്ങളും മാറുന്ന വിവിധ സന്ദർഭങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. ഊർജ്ജം സ്വീകരിക്കുമ്പോൾ വസ്തുവിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു? ഇനി നമ്മൾ ഭൗതിക മാറ്റങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഐസ് ഉരുകുമ്പോൾ താഴെ പറയുന്ന പരീക്ഷണം ചെയ്ത് നിരീക്ഷണങ്ങൾ ചെയ്തു. ഐസ് കട്ടകൾ ചിത്രത്തിൽ കാണുന്ന പോലെ ബീക്കറുകൾ ചൂടാക്കൂ. അപ്പോൾ എന്താ? ഈ ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ദ്രാവകാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഐസ് ഉരുകി ജലം വീണ്ടും ചൂടാകും. നീരാവിയെ വീണ്ടും ജലമാക്കി മാറ്റാൻ പറ്റുമോ? പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ചിത്രം നിരീക്ഷിച്ച് ഏതെല്ലാം സാമഗ്രികൾ പരീക്ഷണത്തിൽ ഉപയോഗിക്കാം? ഐസ് കട്ട വാച്ച് ഗ്ലാസ് വെച്ച് പരീക്ഷണം ഫലപ്രദമാക്കാം. ഈ പരീക്ഷണത്തിൽ നീരാവിയെ വീണ്ടും ജലമാക്കി മാറ്റിയല്ലോ. അപ്പോൾ ജലത്തെ വീണ്ടും ഐസാക്കാൻ പറ്റും. ഇതിനെ എന്ത് മാർഗം സ്വീകരിക്കാം? ഐസ് താപോർജ്ജം സ്വീകരിച്ച് ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറുന്നു. ഐസ് താപോർജ്ജം സ്വീകരിച്ചിട്ട് ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറുന്നു. ജലം വീണ്ടും താപോർജ്ജം സ്വീകരിച്ചാൽ വാതകാവസ്ഥയിലേക്കാവും, നീരാവിയാവും. നീരാവി താപോർജ്ജം സ്വീകരിക്കുമ്പോൾ ജലമായും വീണ്ടും താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ ഐസായിട്ട് മാറുന്നത്. ഇതിനെയാണ് അവസ്ഥാമാറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. അവസ്ഥയുടെ മാറ്റം, ഒരവസ്ഥയുണ്ടാകുന്ന അവസ്ഥയിൽ മാറ്റം അതിന് വിധേയമാകുന്നു. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ഊർജ്ജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിൽ തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. സിമ്പിളായിട്ട് ഒന്നുമില്ല. ഐസ് ചൂടാക്കുമ്പോൾ വെള്ളമാണ്, വെള്ളം ചൂടാക്കുമ്പോൾ എന്തുണ്ടാകുന്നു? നീരാവിയാകും. നീരാവി തണുപ്പിക്കുമ്പോൾ വീണ്ടും നമുക്ക് ജലം കിട്ടും. ജലത്തിനെ ഒന്നും കൂടി ബന്ധിപ്പിച്ചാൽ നമുക്ക് ഐസ് കിട്ടും. ഇത്രയും അവസ്ഥാമാറ്റം എന്ന് പറയുന്നത്. ഇനി ഐസ്, ജലം, നീരാവി എന്നീ ജലത്തിൻ്റെ 3 അവസ്ഥകളാണല്ലോ. നീരാവി ജലമാക്കിയും പിന്നീട് ഐസ് കട്ടയും മറ്റും ഊർജ്ജം പുറത്ത് വിടുകയാണ്, ഊർജ്ജം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ വേണ്ടത്. താപോർജ്ജം സ്വീകരിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? അതിൻ്റെ പല ഖരം ദ്രാവകമാവുന്നത്, തുടർന്ന് വാതകമാവുന്നത്. സ്വീകരിക്കുമ്പോൾ അതിൽ ഊർജ്ജം പുറത്ത് വിടുമ്പോൾ വാതകമായ വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലും പിന്നീട് പുറത്ത് വിടുമ്പോഴാണ്, അത് ചൂടിനെ കൊടുക്കുമ്പോഴാണ് അവർ വേറെ ഖരമായ അവസ്ഥയിലേക്ക് വരുന്നത്. ഇനി ഐസ് പാവയെ നിർമ്മിക്കാം. ഇങ്ങനെ താഴെ പറയുന്ന ആവശ്യങ്ങൾക്കായി പദാർത്ഥങ്ങളുടെ അവസ്ഥാമാറ്റങ്ങൾ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താവും ക്ലാസ് ചർച്ച ചെയ്തു. മെഴുകൊണ്ട് കോഴിമുട്ടയുടെ മാതൃക പ്രദർശനമായിട്ട് ഐസ് കൊണ്ട് ഒരു പന്തുണ്ടാക്കി ചിരടി തൂക്കിടണം. മെഴുകു പാവകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതിനായിട്ട് ആകർഷകമായ രൂപങ്ങൾ സ്കൂളിൻ്റെ ശാസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ചു. പദാർത്ഥങ്ങളുടെ അവസ്ഥാമാറ്റങ്ങൾ അപ്രയോജനപ്പെടുത്തിയ രസമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യൂ. ഉറച്ച നെയ്യെ ചൂടാക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ഉരുകുണ്ടാവും. പച്ചക്കറി മുറിക്കുമ്പോൾ ചെറിയ കഷ്ണമാവും. PVC പൈപ്പ് ചൂടാക്കുമ്പോൾ വികസിക്കും. മെഴുക് ഉരുകും. പേപ്പർ ചെറിയ കഷ്ണങ്ങളും കീറുമ്പോൾ. കുപ്പി പൊട്ടുമ്പോൾ ചെറിയ കഷ്ണങ്ങളാവുന്നു. അരക്ക് ചൂടാക്കുമ്പോൾ ഉരുകുന്നു. പേപ്പർ ചൂട്ടുമ്പോൾ ആകൃതി മാറുന്നു. അപ്പോൾ ഇതൊക്കെ പല പല മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ അവസ്ഥ, ആകൃതി, വലിപ്പം, അതിൻ്റെ അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങൾ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ആണ് ഇമ്പോർട്ടൻ്റ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയൊരു വസ്തു ഉണ്ടാകുന്നില്ല. പക്ഷെ എന്തുണ്ടാകുന്നു? അതിൻ്റെ മാറ്റം സംഭവിക്കേണ്ട അവസ്ഥ, ആകൃതി, വലിപ്പം. സ്ഥിരമായ മാറ്റം. എല്ലാ മാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളാണല്ല. സ്പൂണിൽ അല്പം പഞ്ചസാര എടുത്ത് ഒഴിക്കുമ്പോൾ എന്തുണ്ടാവും? അത് ആകെ കരിഞ്ഞ് തവില്ലേ. അപ്പോൾ അതിൽ ചൂടാക്കിയ ശേഷം രുചി നോക്കുമ്പോൾ അതിന് കാർബണേറ്റഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് വരിക. നിറം മാറുന്നില്ല. തണുത്ത ശേഷം രുചി നോക്കുമ്പോൾ അതിൻ്റെ രുചി എന്താണ്? സ്പൂണിൽ ആവശ്യിക്കുന്ന പദാർത്ഥത്തിന് പഞ്ചസാരയുടെ ഗുണങ്ങളുണ്ടോ? ഇല്ലല്ലോ. മെഴുക് ചൂടാക്കിയപ്പോഴും പഞ്ചസാര ചൂടാക്കിയപ്പോഴും ഉണ്ടായ വ്യത്യാസങ്ങളും കണ്ടെത്താം. താപം സ്വീകരിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? പഞ്ചസാര ചൂടാക്കുമ്പോൾ താപം സ്വീകരിക്കുമ്പോൾ അതാകും എന്താ പറയുന്ന ഒരു കരിഞ്ഞ രൂപത്തിലാകും. പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തുണ്ടായി? പല പരീക്ഷണം നോക്കാം. മഗ്നീഷ്യം റിബൺ കത്തിക്കുക, പേപ്പർ കത്തിക്കുക. മഗ്നീഷ്യം റിബണും പേപ്പറും കത്തിക്കപ്പോൾ ലഭിക്കിയ വസ്തുക്കളുടെ ആദ്യ രൂപത്തേക്ക് തന്നെ മാറ്റാൻ കഴിയുമോ? നിരീക്ഷണങ്ങളും കണ്ടെത്തലും ശാസ്ത്രപുസ്തകത്തിൽ ഇത്തരം വസ്തുക്കൾ താപം സ്വീകരിക്കുന്ന വഴി ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നിഗമനം
രൂപീകരിക്കൂ. വായനാ സാമഗ്രികൾ പ്രയോജനപ്പെടുത്തുക. രാസമാറ്റം. പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റം സ്ഥിരമാറ്റമാണ്. ഇപ്പോൾ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം എന്ന് പറയുമ്പോൾ പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അത് പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്നതാണ് രാസമാറ്റം എന്ന് പറയുന്നത്. രാസമാറ്റങ്ങൾ പലതരത്തിലുണ്ട്. മനുഷ്യരിലും പ്രകൃതിയിലും നിത്യേന ഒട്ടേറെ രാസമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ചോറ് അല്പം നേരം നന്നായി ചവയ്ക്കുമ്പോൾ നമുക്ക് മധുരം അനുഭവപ്പെടും. എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മാറും. അതുപോലെ വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങും. ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നുണ്ട്. മാങ്ങ പഴുക്കുന്നത്. ഇതൊക്കെ രാസമാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി ചിത്രത്തിൽ സൂചിപ്പിച്ച രാസമാറ്റം ഏതാണ്? ഈ രാസമാറ്റ വേളയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? പിന്നെ ഇവിടെ രാസമാറ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ജലചക്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട്. കാരണം എന്താ? ജലനീരാവിയായിട്ട് മേഘങ്ങളായിട്ട് മാറി അതിനുശേഷം ഘനീഭവിച്ച് മഴയുണ്ടാകുന്നു അല്ലേ? ഈ കാര്യം നിത്യജീവിതത്തിൽ വന്ന സാധാരണ രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും നമ്മൾ നടക്കുന്ന ഈ ഒരു ദിവസം അടുക്കളയിൽ നടക്കുന്ന എത്ര രാസമാറ്റങ്ങളും ഭൗതിക മാറ്റം നിങ്ങൾക്ക് പട്ടികപ്പെടുത്താൻ കഴിയും, തരംതിരിച്ച് രേഖപ്പെടുത്താം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് രാസമാറ്റം എന്നുള്ളതാണ്. ഊർജ്ജം സ്വീകരിക്കുമ്പോൾ പുറത്തുവിടുമ്പോൾ പദാർത്ഥങ്ങൾക്കുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മാറുന്ന പ്രവർത്തനങ്ങളിനെയാണ് രാസമാറ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഭൗതിക മാറ്റം, ഫിസിക്കൽ ചേഞ്ച്, അവസ്ഥ, ആകൃതി, വലിപ്പം എന്നിവ മാറുന്നതിനെയാണ് നമ്മളത് വികസിക്കുമ്പോഴും ഉരുകുമ്പോഴും പൊട്ടുമ്പോഴും കീറുമ്പോഴൊക്കെ ഭൗതിക മാറ്റങ്ങളാണ്. ഇതൊക്കെ പുതിയ പാത്രങ്ങൾ ഉണ്ടാകുന്നില്ല. ഇനി അടുത്തത് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥാമാറ്റം എന്താണ്? ശരിയായ അളവിൽ അല്ലെങ്കിൽ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുക അല്ലെങ്കിൽ പുറത്തുവിടുകയും ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന വസ്തുക്കളുടെ മാറ്റമാണ് അവസ്ഥാമാറ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഇനി ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ. പിന്നെ യാന്ത്രികോർജ്ജം രാസോർജ്ജം നമ്മൾ നോക്കി എന്താണെന്നുള്ളത്. വസ്തുവിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം. ഊർജ്ജത്തിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.